മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം മരിച്ച യുവാവിന് നിപ സ്ഥിരീകരിച്ചു. പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ച സാമ്പിൾ പരിശോധനാ ഫലം പോസിറ്റീവാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ യുവാവ് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതോടെയായിരുന്നു പരിശോധന നടത്തിയത്. 151 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതുവരെ 151 പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത്. അതിൽ 5 പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട്. ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. കോൺടാക്ട് ട്രേസിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും. 4 സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ, ഒരു ക്ലിനിക് ഉൾപ്പെടെയുള്ളവ അവിടെയാണ് പോയിട്ടുള്ളത്. അതോടൊപ്പം 2 വൈദ്യശാലകളിൽ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയെങ്കിലും ആ സമയത്ത്, അതിനു മുൻപോ അതിനുശേഷമോ അതിൽ പ്രസക്തി ഇല്ല, പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടെങ്കിൽ ദയവായി ആരോഗ്യ വകുപ്പിനെ ഇക്കാര്യം അറിയിക്കണമെന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട യുവാവിന് നിപ സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തൊക്കെ മുൻകരുതലുകളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്? സമ്പർക്ക പട്ടികയിൽ ഉള്ളവരെ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്നുണ്ടോ ആരോഗ്യവകുപ്പ്? അതിൽ ഈ 24-കാരൻ ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയായിരുന്ന 24-കാരനാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രോഗത്തെ തുടർന്ന് മരിച്ചതായി സംശയം തുരുകയും പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത് ബോധ്യപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് നിപ വൈറസ് പ്രാഥമികമായി സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് പിന്നീട് ഈ യുവാവിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധിക്കുകയും ചെയ്തു. ഈ പ്രാഥമിക പരിശോധന ഫലം പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ പൂനെയിലേക്ക് പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ യുവാവിന്റെ സാമ്പിളുകൾ അയച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് നിലവിലുള്ള ഈ നിപ പ്രതിരോധ പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഏതാണ്ട് 16ഓളം കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചിരുന്നു, അവലോകന യോഗങ്ങളൊക്കെ ചേർന്നിരുന്നു. ഈ 24-കാരന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് ഏതാണ്ട് 151 പേരാണ്. ഈ 151 പേരിൽ അവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഐസൊലേഷനിൽ 5 പേർക്ക് ചില ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ എല്ലാ കോൺടാക്റ്റുകളെയും, ഈ യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഈ യുവാവ് 4ഓളം സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ യുവാവ് എവിടെയൊക്കെ എത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ഈ നേരിട്ട് സമ്പർക്കത്തിൽ വന്ന എല്ലാവരെയും ഐസൊലേഷനിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. എന്തായാലും ഈ അണുബാധ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിൽ ചികിത്സിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും പുതുതായി ആർക്കും അണുബാധ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ ഘട്ടത്തിൽ ചെയ്യാറുള്ളത്. അതിന്റെ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഏതാണ്ട് 2 മാസം മുമ്പാണ് ഒരു 14-കാരന് സമാനമായ രോഗമൊന്ന് മരിച്ചത്. അതിന് ഏതാണ്ട് 10 കിലോമീറ്റർ അടുത്തുള്ള സ്ഥലത്താണ് ഇപ്പോൾ രോഗം വീണ്ടും വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കോണ്ടാക്ട് വീണ്ടും, അതായത് അന്ന് ഈ രോഗം ബാധിച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മലപ്പുറം നിപ രോഗവിമുക്തമാണ് എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ രോഗം ഇത്തരത്തിൽ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒരു 7 വർഷത്തിലായി 2018 മുതൽ 24 വരെ 6 തവണയോളം കേരളത്തിൽ ഇപ്പൊ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർച്ചയായി ഒരു ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായി വീണ്ടും രോഗം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ. മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട യുവാവിന് നിപ സ്ഥിരീകരിച്ചിരിക്കുന്നു. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.